ഹായ് ഓൾ. സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 14 രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. ഇതിനു മുമ്പുള്ള ചോദ്യങ്ങൾ 2 പാർട്ടായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ഈ പേജിലുള്ള 2 ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ടെക്സ്റ്റ് ബുക്കിൽ 2 ചോദ്യങ്ങളും കൂടെ തന്നിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങളുടെ ഉത്തരവും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ചോദ്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നേരിട്ടിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 2 സമവാക്യങ്ങൾ എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഉള്ള 2 ചോദ്യങ്ങളും ആൻസർ ഇല്ലാത്ത 2 ചോദ്യങ്ങളുമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് നേരിട്ടിട്ട് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്, നേരിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇങ്ങനെയാണ് പറയുന്നത്. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 170 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്, ഒരു നോട്ട് ബുക്കിൻ്റെ വിലയോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ തന്ന കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് നോക്കിക്കോ. വാങ്ങിയത് എന്തൊക്കെയാണ്? 2 പേന വാങ്ങിയിട്ടുണ്ട്, 3 നോട്ട് ബുക്കും വാങ്ങിയിട്ടുണ്ട്, 110 രൂപ. 2 പേന വാങ്ങിയിട്ടുണ്ട്, 5 നോട്ട് ബുക്കാണ് വാങ്ങിയതെങ്കിൽ 170 രൂപ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത മാതിരി മനക്കണക്കായിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എങ്ങനെയാണ് ചെയ്തു പോകേണ്ടതെന്നുള്ള മെത്തേഡ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് മനസ്സിൽ ആലോചിച്ചിരുന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് മാത്സിൻ്റെ വഴിയിലേക്ക് വരാം. നോക്കിക്കോ, 2 പേന 3 നോട്ട് ബുക്ക്. നിങ്ങളാണ് പീടികയിൽ പോയെന്ന് വിചാരിക്കുക. 2 പേന വാങ്ങി, 3 നോട്ട് ബുക്കും വാങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന അല്ലേ പേനയും ബുക്കൊക്കെ. 110 രൂപയായി. ഓക്കെ, കുഴപ്പമില്ല. ഇനി പിന്നെ നിങ്ങൾ പോയപ്പം 2 പേന അല്ലെങ്കിൽ വേറൊരാൾ വാങ്ങിയെന്ന് വിചാരിക്കുക. 2 പേനയും 5 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ 170 രൂപയായി. സ്വാഭാവികമായിട്ട് വില കൂടിയിട്ടുണ്ടല്ലോ. ഇവിടെ 110 ആയിരുന്നു, ഇവിടെ എന്തായി 170 ആയി. അപ്പോൾ ഈ വില കൂടാൻ കാരണം എന്താ? ഇവിടെ 2 പേനയാണ് വാങ്ങിയത്, ഇവിടെ എന്ത് തന്നെയാണ് വാങ്ങിയത്? 2 പേന തന്നെയാണ്. ഇവിടെ 3 നോട്ട് ബുക്കേ വാങ്ങിയിരുന്നുള്ളൂ, ഇവിടെ എത്ര നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്? 5 നോട്ട് ബുക്ക്. അപ്പോൾ ആ എക്സ്ട്രാ വാങ്ങിയ സാധനത്തിൻ്റെ വിലയല്ലേ ഇവിടെ കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്? എക്സ്ട്രാ വാങ്ങിയത് 2 നോട്ട് ബുക്കാണ്. 2 നോട്ട് ബുക്കാണ് എക്സ്ട്രാ വാങ്ങിയത്. അപ്പോൾ ആ എക്സ്ട്രാ എത്ര രൂപയായത് നോക്കിക്കോ. 110 നിന്ന് 170 ആയി അല്ലേ. 170 മൈനസ് 110 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എത്ര ഇട വരിക? 60 എന്ന് വരും. 60 രൂപ. അപ്പോൾ 2 നോട്ട് ബുക്കിന് 60 രൂപയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിന് എന്താ വില? ഒരു നോട്ട് ബുക്കിന് എന്താണ് വില? 60ൻ്റെ പകുതി. 60ൻ്റെ പകുതി എത്രയാണ്? 30 രൂപ. സിമ്പിളല്ലേ. ഇനി പേനൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിക്കോ. ഇവിടെ ഫസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത്? 2 പേനയും 3 നോട്ട് ബുക്കും അല്ലേ. അതിൽ ഒരു നോട്ട് ബുക്കിന് നമുക്ക് കിട്ടിയിട്ട് 30 രൂപയാണ്. ഒരു നോട്ട് ബുക്കിന് എത്രയാണ്? 30 രൂപ. അങ്ങനെയാണെങ്കിൽ 3 നോട്ട് ബുക്കിന് എത്രയായിരിക്കും? 90 രൂപയാവും അല്ലേ. ഇനി അപ്പോൾ 2 പേനയും 90 രൂപയും 2 പേനയും കൂടെ കൂടിയതാണ് 110. അങ്ങനെയാണെങ്കിൽ 2 പേനൻ്റെ വില എത്രയും? 2 പേനൻ്റെ വില എത്രയായിരിക്കും? ഈ 110 നിന്ന് 90 പോകണം. 110 നിന്ന് 90 പിടിച്ചാണ്ട് ഒഴിവാക്കുക. എത്ര ഇട കിട്ടുക? 110 നിന്ന് 90 പോയാൽ 20 രൂപ ഉണ്ടാവില്ല, ബാക്കി 20 രൂപ. അത് 2 പേനൻ്റെ വിലയാണ്. അപ്പോൾ ഒരു പേനൻ്റെ വില എത്രയാണ്? 10 രൂപ. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലൊന്ന് ആലോചിച്ചാൽ കിട്ടുക. മനസ്സിലാലോചിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറേ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതണ്ട. നമ്മൾ ജസ്റ്റ് മനസ്സിൽ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് എങ്ങനെ മാത്സിൽ ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ നോക്കിക്കോ, നമ്മളെങ്ങനെ ചെയ്യും നോക്കാം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പേനേൻ്റെ വിലയും നോട്ട് ബുക്കിൻ്റെ വിലയാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അറിയാത്തത്. അറിയാത്ത ആളുകളെ നമ്മളൊരു അക്ഷരം വെച്ചിട്ടാണല്ലോ വിളിക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ പേനേൻ്റെ വിലയെ ഞാൻ തൽക്കാലം എന്തെന്ന് വിളിച്ചു? എക്സ് രൂപ എന്ന് വിചാരിച്ചു. 10 രൂപ, 20 രൂപ, 30 രൂപ എന്നൊക്കെ പറയുന്ന പോലെ എക്സ് രൂപ. നോട്ട് ബുക്കിൻ്റെ വിലയെ അതേപോലെ എന്തെന്ന് വിളിച്ചു? വൈ രൂപയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പേനേൻ്റെ വില എക്സ് രൂപയാണ്, നോട്ട് ബുക്കിൻ്റെ വില എന്താണ്? വൈ രൂപയാണ്. ഇത് ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു പേനേൻ്റെയും കാര്യം കേട്ടോ. ഒരു പേനയുടെ വില, ഒരു നോട്ട് ബുക്കിൻ്റെ വില. ഓക്കെ, അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആയാൽ നോർത്തു, അങ്ങനെയാണെന്ന് വിചാരിക്കാം. ആയാൽ. ഇനി നോക്കിക്കോ, ആദ്യത്തെ കേസിൽ അവരെന്താ ചെയ്തത്? 2 പേന വാങ്ങി. അപ്പോൾ ഒരു പേനയ്ക്ക് എക്സ് ആണ്, അപ്പോൾ 2 എക്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പം 2 പേന എന്ന് പറഞ്ഞാൽ 2 എക്സ് ഉണ്ടാവും. പിന്നെ 3 നോട്ട് ബുക്ക് വാങ്ങി. അപ്പോൾ 3 നോട്ട് ബുക്ക് എത്ര വൈ ഉണ്ടാവും? ഒരു നോട്ട് ബുക്കിൻ്റെ വില വൈ ആണ്. 3 നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ 3 വൈ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമവാക്യം ഉണ്ടാക്കി നോക്കാം. എടാ ഇങ്ങനെയാണ് വരിക. 2 എക്സ് പ്ലസ് 3 വൈ. എങ്ങനെ? 2 എക്സ് പ്ലസ് 3 വൈ എന്ന് വെച്ചാൽ 2 പേന, അപ്പോൾ 2 എക്സ്, 3 നോട്ട് ബുക്ക്, അപ്പോൾ 3 വൈ. ഇനി ഇവർ രണ്ടാളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്കറിയാം? 110 കിട്ടുക. അതെങ്ങനെ മനസ്സിലായി? നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 110 അവർ രണ്ടാളെയും കൂടെ വില ആണ്. ഇനി അടുത്ത കേസ് നോക്കിക്കോ. ഒരു പേനേൻ്റെ വില എക്സ്. ഇവിടെ എത്ര പേനയാണ് വാങ്ങിയത്? 2 പേന. അപ്പോൾ എത്ര എക്സ് ആയി? 2 എക്സ്. ഇനി ഒരു ബുക്കിൻ്റെ വില വൈ. എത്ര ബുക്ക് അവിടെ വാങ്ങിയത്? 5 ബുക്ക്. അപ്പോൾ എത്ര വൈ ആയി? 5 വൈ. രണ്ടാളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആകെ വില കിട്ടുമല്ലേ. ആകെ വില എത്രയാണ്? 170 രൂപ. ആകെ വില സമം 170 രൂപ.
ഇങ്ങനെയാണ് നമ്മൾ സമവാക്യം ഉണ്ടാക്കുക. ഇനി സമവാക്യത്തിൽ നിന്ന് ഇവിടുന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇത് ഒന്നാമത്തെ സമവാക്യം ഒരു നമ്പർ കൊടുക്കുക, ഇത് രണ്ടാമത്തെ സമവാക്യം മറ്റൊരു നമ്പർ കൊടുക്കുക. ഇനി നമ്മളൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. നോക്കിക്കോ, ഇവിടെ എക്സ് വൈ, ഇവിടെയും എക്സ് വൈ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലേ. ഇവരെ നമ്മളെന്താ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ചരങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുക. എന്താ വിളിക്കുക? ചരങ്ങൾ എന്ന് വിളിക്കും. ഇനി എക്സിൻ്റെ കൂടെ ഇവിടെ ചങ്ങായിണ്ടല്ലോ എന്ന് വെച്ചാൽ എക്സിനെ 2 കൊണ്ട് ഗുണിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം, ഈ 2. അതുപോലെ ഇവിടെ വൈൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ, ഇവിടെ 3. ഇവിടെയും എക്സിൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ, ഇത് 2. ഇവിടെ വൈൻ്റെ കൂടെ ഒരാളുണ്ട്, ആരാ? 5. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഗുണകങ്ങൾ എന്നാണ്. ഗുണകം, ഇംഗ്ലീഷിൽ കൊയിഫിഷ്യൻ എന്ന് പറയും. ഇനി ഇത് ഈ 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ ഗുണകമാണ്. ഈ 3 എന്ന് പറഞ്ഞാലോ വൈൻ്റെ ഗുണകം. ഇതും 2ൻ്റെ ഗുണകം, ഇത് 5 എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഗുണകം. നമ്മൾ ടേംസ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് അങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മൾ ആദ്യം എക്സിൻ്റെ കൂടെ ഉള്ള ആളെ നോക്കുക. ആരാണ്? 2. താഴെയും എക്സിൻ്റെ കൂടെ 2 തന്നെയാണോ നോക്കണം. ആണെങ്കിൽ നമ്മളെ പണി ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി അല്ലെങ്കിൽ നമ്മൾ വൈൻ്റെ കൂടെയുള്ള ആൾ ഇവിടെ 3 ആണ്, താഴെയും അതേ ആളാണ് നോക്കണം. ചില കേസിൽ 2 സ്ഥലത്തും ഒരേ ആളുകളല്ലാതെ വരും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ തുല്യമാക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറൊരു പണിയില്ല, ജസ്റ്റ് നോക്കി എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്താ? ഇവിടെയും 2 ആണ്, താഴെ എന്താണ്? 2 ആണ്. നമ്മൾ നോക്കി, ഓക്കെ. അങ്ങനെ എക്സിൻ്റെ കൂടെയുള്ള ആളുകൾ തുല്യമാണെങ്കിൽ, ഒരേ ആളുകളാണെങ്കിൽ ഇവിടെ 2 ആണ്, താഴെ എന്താണ്? 2 ആണ്. നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഈ 2 ഇക്വേഷൻസ് അഥവാ ഈ 2 സമവാക്യങ്ങൾ, ഇതല്ലേ ഒന്നാമത്തെ സമവാക്യം, ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഈ 2 സമവാക്യങ്ങൾ ഒന്നെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക സമവാക്യങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. നമുക്ക് ഈ എക്സ് എന്നുള്ള ടേം അങ്ങോട്ട് മൊത്തമായിട്ട് പോയി കിട്ടും. എലിമിനേഷൻ മെത്തേഡ് എന്നാണ് നമ്മളിതിന് ഇംഗ്ലീഷിൽ പറയാം. എന്ന് വെച്ചാൽ എക്സിനെ നമ്മൾ വിളിച്ചുകൊണ്ട് ഒഴിവാക്കും, അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് കൂട്ടുക കുറയ്ക്കുക? കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? ഞാൻ പറഞ്ഞു കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് പറഞ്ഞു. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള വഴി, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ലോജിക്കലി മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ എക്സ് ഉള്ള ടേം അതാണല്ലോ തുല്യമായിട്ടുള്ളത്. അപ്പോൾ എക്സ് ഉള്ള ടേമിൻ്റെ ചിഹ്നം നോക്കുക. ഇവിടെ ചിഹ്നമൊന്നുമില്ല, ചിഹ്നം ഈ സൈഡിലായിട്ട് നോക്കുക. ചിഹ്നം അല്ലെങ്കിൽ എന്താ അർത്ഥം? പ്ലസ് ആണ്. ഇവിടെ എക്സ് ഉള്ള ടേമിൻ്റെ ചിഹ്നം നോക്കുക, അതും എന്താണ്? പ്ലസ് ആണ്. മക്കളെ, ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി കുറയ്ക്കലാണ്, മൈനസ് ആണ്. അപ്പോൾ ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഈ 2 സമവാക്യങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനി രണ്ടോർത്ത് മൈനസ് ആണെങ്കിലോ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലസ്സും ഇവിടെ ഒരു മൈനസും ആണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളതൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സമവാക്യങ്ങളെ തമ്മിൽ കൂട്ടണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ സമവാക്യങ്ങളെ കുറയ്ക്കണം എന്നല്ലേ. കുറയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വലിയ ആളിൽ നിന്ന് ചെറിയ ആളെ കുറയ്ക്കാനാണ് എളുപ്പം. എന്ന് വെച്ചാൽ ഇവിടെ നമ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 170 ആണ്, ഇവിടെ ആരാ? 110 ആണ്. അപ്പോൾ എപ്പോഴും 2 നിന്ന് 1 കുറയ്ക്കാം. ഇനി അതെങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഒന്ന് കറക്റ്റ് മെത്തേഡും പറഞ്ഞുതരാം, പിന്നെ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നതും പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ചെയ്യണ പരിപാടി ഇവിടെ എഴുതി വെക്കുക. രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കാനാണ് പോകുന്നത്. എന്താ പോകുന്നത്? രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കുന്നു. ഇനി എങ്ങനെ കുറയ്ക്കാം? രണ്ടാമത്തെ സമവാക്യത്തിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് അതേപോലെ എഴുതി വെക്കുക. 2x + 5y, 2x + 5y, അതൊരു ബ്രാക്കറ്റിൽ നിന്നോട്ടെ. ഇനി കുറയ്ക്കണതിൻ്റെ ചിഹ്നം അവിടെ ഇട്ട് കൊടുക്കുക. കുറയ്ക്കണതിൻ്റെ ചിഹ്നം എന്താ? മൈനസ് ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ സമവാക്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവിടെ എഴുതുക. എന്താണ്? രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ തന്നെ. 2x + 3y സമം. അപ്പുറത്ത് ഇവിടെ ആദ്യം 170 ആൾ, പിന്നെ 110, അതേപോലെ എഴുതുക. 170 - 110. ഓക്കെ, ഇതാണ് കറക്റ്റ് വഴി. ഇനി എങ്ങനെയാണ് ചെയ്യുക? ഈ ബ്രാക്കറ്റിന് പ്രത്യേകിച്ചൊരു വിലയൊന്നുമില്ലല്ലോ. അപ്പോൾ 2x + 5y അതേപോലെ എഴുതി. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് ഈ ബ്രാക്കറ്റിന് നല്ല വില ഉണ്ട്. ഈ മൈനസ് ആദ്യം ഇവൻ്റെ കൂടെ കൂടിച്ചേരും, എന്നിട്ട് എന്താവും? -2x ആവും. പിന്നെ ഈ മൈനസ് ഇവിടേക്ക് പോവും, ഈ പ്ലസും മൈനസും കൂടെ എന്താവും? മൈനസ് ആവും. അപ്പോൾ -3y എന്നായിട്ട് മാറും. -3y സമം 170 - 110 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സ് ഉള്ള ടേമിനെ മാത്രം നോക്ക്. 2x - 2x, 2xും 2xും -2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അല്ലെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാൻ മതി. 2x - 2x എന്ന്. 2x നിന്ന് 2x പോയി കഴിഞ്ഞാൽ 0 ആണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് പോയി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വെട്ടിയാണ്ട് ഒഴിവാക്കാം. പിന്നെ 5y - 3y, 5y നിന്ന് 3y പോയാൽ എത്ര കിട്ടുക? 2y. അപ്പോൾ 2y = 60 എന്ന് കിട്ടി. ഇതൊന്ന് y എങ്ങനെയാണ് കിട്ടുക? ഈ 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം 2 ആവും.
60 ഹരിക്കണം 2 സമം എത്ര കിട്ടി 30. നമുക്ക് നേരത്തെയും വൈൻ്റെ വില നോട്ട് ബുക്കിൻ്റെ വില 30 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് കറക്റ്റ് വഴി. ഇനി എക്സ് കണ്ടുപിടിക്കണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ കറക്റ്റ്ലി ഫോളോ ചെയ്യുക. പക്ഷേ നമുക്ക് ഇത്രയൊന്നും സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇതുപോലെയൊന്നും എഴുതി വരണ്ട. നമുക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. നോക്കിക്കോ, നിങ്ങൾ ഇനി എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ചെയ്താൽ മതി. ഫ്രഷ് ആയിട്ട് ഇടയ്ക്ക് ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ സെയിം ആണെന്ന് മനസ്സിലാക്കി. രണ്ടോർത്തും ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസിനെ അല്ലെങ്കിൽ സമവാക്യത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യമാണ് കുറയ്ക്കുന്നത്. അതും നമുക്ക് മനസ്സിലായി. ആ സമത്തിൻ്റെ അടിയിലോട്ട് സമം ഇട്ടേച്ചാണ് ചെയ്യേണ്ട പരിപാടി. ഇത്രയിലൂടെ മേലുള്ള നമ്മൾ 2 നിന്ന് 1 കുറയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇട്ട് 2 ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിൽ നിന്നാണ് കുറയ്ക്കുന്നത്. ഇവിടെ ആരാ 2x, അതിന്ന് ഈ 2x കുറയ്ക്കണം. 2x മൈനസ് 2x എന്നല്ലേ വരിക. അപ്പം വേണമെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ എഴുതി നോക്കുക 2x മൈനസ് 2x എന്തായിപ്പോയി 0. 0 എന്ന് ഇവിടെ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളത് എഴുതൂല. ഇനി ഇവിടെ നോക്കിക്കോ, ചിഹ്നം നോക്കണം. +5y എത്രയാണ്? +5y. മേലെയോ +3y. പ്ലസ് ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചിഹ്നം ഇടൂല അല്ലേ. അപ്പോൾ വെറുതെ ആലോചിച്ചാൽ മതി നിങ്ങൾ. 5y ആണ് താഴെ, മേലെ 3y ആണ്. 5y നിന്ന് 3y കുറയ്ക്കണം. എന്താ കിട്ടുക? 2y. ഇതൊന്നും എഴുതാൻ നിൽക്കണ്ട, നമ്മൾ മനസ്സിൽ ചെയ്താൽ മതി. 2y. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, ഇവിടെ 170 ആണ്, ഇവിടെ എന്താണ് 110 ആണ്. 170 നിന്ന് 110 കുറയ്ക്കണം. എന്താ കിട്ടുക? 60 കിട്ടും. അപ്പോൾ 60. നമ്മൾ നേരത്തെ എഴുതിയ സ്റ്റെപ്പ്, ഇത്രയും സ്റ്റെപ്പൊന്നും നമ്മൾ എഴുതുന്നില്ല. ഈ സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിൽ തന്നെ ചെയ്തു. അപ്പോൾ 2y സമയം എത്രയെന്ന് കിട്ടി? 60. ഇതൊന്ന് y സമയം എന്തെന്ന് കിട്ടും? 60 ഹരിക്കണം 2. 60 ഹരിക്കണം 2 എത്രയാണ്? 30. അപ്പോൾ 30 രൂപ. y എന്ന് പറഞ്ഞാൽ ആരെ വിലയായിരുന്നു? നോട്ട് ബുക്കിൻ്റെ വില. ഇനി അടുത്ത സ്റ്റെപ്പ്, അതെല്ലാത്തിലും കോമൺ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എക്സിനെ കണ്ടുപിടിക്കണം. എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മളെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്, 2 സമവാക്യങ്ങളുണ്ട്. ഒന്നിവനും ഒന്നിവനും. ഇതിലേതെങ്കിലും ഒരു സമവാക്യത്തിന് നിങ്ങൾ നേരെ താഴോട്ട് എടുത്ത് എഴുതുക. ഞാൻ ആദ്യത്തേന് എഴുതി. ഒന്നാമത്തെ സമവാക്യം നോക്കിക്കോ. ഒന്നാമത്തെ സമവാക്യം പറയുന്നത് എങ്ങനെയാണ്? 2x പ്ലസ് 3y സമം 110. ഇവിടെ വേണമെങ്കിൽ ഒരു ഇംപ്ലൈസ് എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുത്തേ. ഇനി ചെയ്യേണ്ട പരിപാടി ഇത്രയില്ലടാ. നമുക്ക് എക്സിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ 2x തന്നെ എഴുതാം. പ്ലസ് വൈനെ നിങ്ങൾക്കറിയോ? വൈനെ അറിയാം. ഇവിടെ മേലുണ്ട് ആരാണ്? 30. അപ്പോൾ നിങ്ങൾ 3y എന്നുള്ളിടത്ത് 3 × 30 നാക്കുക. 3y എന്നുള്ളിടത്ത് എന്താക്കി? 3 × 30. കാരണം എന്താ? വൈൻ്റെ വില 30 ആണ്. സമം 110 തന്നെ. ഇനി ഇതൊന്നും ചെയ്ത് നോക്കാം. 2xനെ ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനെ തന്നെ കട്ടെ. 3 × 30 എന്ന് പറഞ്ഞാൽ 90 ആണ്. സമം 110. ഇനി നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ പഠിച്ച അതേപോലെ ആദ്യം എന്ത് ചെയ്യും? +90 ഇങ്ങോട്ട് പോവും. അപ്പോൾ എന്താവും? -90 ആവും. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. 2x സമം 110 മൈനസ് 90. 110 - 90 എത്രയാണ്? 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2x സമം 20 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നിങ്ങൾക്കറിയാം 2x എന്ന് പറഞ്ഞാൽ 2 ഗുണം x ആണ്. അതെത്രയാണ്? 20. ഗുണിക്കണം 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരിക്കണം 2 ആവും. അപ്പം എക്സ് സമം 20 ഹരിക്കണം 2. 20 ഹരിക്കണം 2 10 എന്ന് കിട്ടും. എക്സ് സമം 10. വൈ ഓൾറെഡി കിട്ടിയില്ലേ. ഇനി കിട്ടിയ ആൻസർ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. നോക്കിക്കോ, പേനയുടെ വില 10 രൂപ. നോട്ട് ബുക്കിൻ്റെ വില 30 രൂപ. വൈ ആയിരുന്നു 30 രൂപ എന്നാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ മനസ്സ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, എളുപ്പത്തിൽ ചെയ്യേണ്ടതും പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക്. രണ്ടാമത് ടെക്സ്റ്റ് ബുക്കിൽ തന്ന എക്സാമ്പിൾ നോക്കിക്കോ. ഇങ്ങനെയാണ് പറയുന്നത്. അല്പം വ്യത്യസ്തമായൊരു കണക്ക് നോക്കൂ. നേരത്തെ ചെയ്യുന്ന അതേമാതിരത്തെ ക്വസ്റ്റൻ അല്ല കേട്ടോ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപ. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. വീണ്ടും 6 പെൻസിലിനും 3 രൂപയ്ക്കുമാണെങ്കിൽ 72 രൂപ. പെൻസിലിൻ്റെയും പേനയുടെയും വില എത്രയാണെന്നാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, 3 പെൻസിലും 4 പേനയും ആണെങ്കിൽ 66 രൂപ. 6 പെൻസിലും 3 പേനയുമാണെങ്കിൽ 72 രൂപ. പേനയുടെയും പെൻസിലിൻ്റെയും വില കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരാളെ എക്സ് എന്നും രണ്ടാമത്തെ ആൾ എന്തെന്ന് വിളിക്കാം?
വൈ എന്ന് വിളിക്കാം. നോക്കിക്കോ, പെൻസിലിൻ്റെ വില എക്സ് രൂപ എന്ന് വിചാരിച്ചു. പെൻസിലിൻ്റെ വില എക്സ് രൂപയാണ്. ഒരു പേനയുടെ വില ഞാൻ വിചാരിച്ചു വൈ രൂപയാണ്. ഇനി അവർ പറഞ്ഞ പരിപാടി നോക്കിക്കോ, പെൻസിലിന് എക്സ്, പേനയ്ക്ക് വൈ. ആദ്യം 3 പെൻസിൽ, ഒരു പെൻസിലിന് എക്സ് ആണ്, അപ്പോൾ 3 പെൻസിലിന് എത്രയാവും? 3x. നമ്മൾ സമവാക്യം ഉണ്ടാക്കുകയാണ് 3x. ഓക്കെ. പിന്നെ ഒരു പേനയ്ക്ക് വൈ ആണ്, അങ്ങനെയാണെങ്കിൽ 4 പേനയ്ക്ക് എത്രയാവും? 4y. അപ്പോൾ 3x + 4y രണ്ടാളെയും കൂട്ടിക്കഴിഞ്ഞാൽ 66 കിട്ടും എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. ഇനി അടുത്തത് പെൻസിലിന് എക്സ് ആണ്, 6 പെൻസിൽ. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 6x. പേനയ്ക്ക് വൈ ആണ്, 3 പേന, അപ്പം 3y എന്ന് വരും. 3y രണ്ടാളെയും കൂട്ടാനാണ് പറഞ്ഞത്. ആകെ പൈസയല്ലേ പറയുന്നത്, അപ്പോൾ 72. ഈ 2 കാര്യം കിട്ടി. ഇനി നേരത്തെ മാതിരി ആദ്യത്തെ ആൾക്ക് ഞാൻ 1 നമ്പർ കൊടുത്തു, അടുത്ത ആൾക്ക് 2 നമ്പർ കൊടുത്തു. അപ്പോൾ ഇത് ഒന്നാമത്തെ സമവാക്യമാണ്, ഇതെന്താണ്? രണ്ടാമത്തെ സമവാക്യമാണ്. ഈ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ രണ്ടോടത്തും തുല്യമാണോ നോക്കുക. ഇവിടെ 3x, ഇവിടെ 6x തുല്യമല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ വൈൻ്റെ നോക്കാം. വൈൻ്റെ കൂടെ ഇവിടെ ആരാ? 4y. ഇവിടെ എന്താ? 3y. അതും തുല്യമാണോ? അതും തുല്യമല്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരാൾ തുല്യമായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടിയാലോ കുറച്ചാലോ അയാളെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അയാളെ പിടിച്ച് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ തുല്യമാക്കും? അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സിനെ നമുക്ക് നോക്കാം. ഇവിടെ എക്സിൻ്റെ കൂടെ 3, ഇവിടെ ആരാണ്? 6. എടാ, ഈ 3നെ 6 ആക്കി മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 3 കൂട്ടി 6 ആവില്ലെന്ന്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ 2 ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഗുണിക്കണം. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യത്തിന് മൊത്തം ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹരിക്കണം. ഈ സമവാക്യത്തിന് മൊത്തം ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കണം. അങ്ങനെയേ 6 ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴും കുഴപ്പമില്ല. ഇവിടെ 3 ആണ്, ഇവിടെ ആരാണ്? 6 ആണ്. ഈ 3നെ 6 ആക്കി മാറ്റണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ആരെ കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സമവാക്യത്തിന് മൊത്തമായിട്ടൊന്ന് 2 കൊണ്ട് ഗുണിച്ച് നോക്ക്. അത് ആദ്യം നമ്മളിവിടെ എഴുതി വെക്കണേ, ചെയ്യാൻ പോണ പരിപാടി. ഒന്നാമത്തെ സമവാക്യം 1 എന്നിട്ട് റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ സമവാക്യത്തിനെ സൂചിപ്പിക്കുക കേട്ടോ. അതെന്ത് ചെയ്യണം? മൊത്തമായിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഇനി ഇംപ്ലൈസ് എങ്ങനെ ഗുണിക്കും? നമ്മൾ ഈ പ്ലസ് ഇട്ടിട്ടും സം ഇട്ടിട്ടും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ആളുകളും ഓരോ ടേംസാണ്. ഈ ഓരോ ടേംസിനെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഇങ്ങനെ ഗുണിക്കണം. അപ്പോൾ നോക്കിക്കോ, ആദ്യത്തെ ആൾ 3x ആണ്, 3x ഗുണിക്കണം 2. 3xനെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 6x ആണ് കിട്ടുക. 3xനെ 2 കൊണ്ട് ഗുണിച്ചാൽ 6x. ഇനി ഇവിടെ 4y ആണ്, 4yനെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 4 ഗുണം 2 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8y എന്ന് കിട്ടും. അപ്പം പ്ലസ് 8y എന്നായി. ഇനി അടുത്തത് ഇവിടെ 66 ആണ്, 66നെ 2 കൊണ്ട് ഗുണിക്കണം. സൈഡ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 66 ഗുണിക്കണം 2 കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 120 12 132 എന്നായിരിക്കും. അപ്പം 132 എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. 66 ഗുണം 2 എന്ന് ചെയ്ത് നോക്കാം. ഇനി ഇപ്പോൾ നമുക്ക് പുതിയൊരു സമവാക്യം കിട്ടി. ഇതിന് നമ്മൾ 1 2 അല്ല, വേറൊരു നമ്പർ കൊടുക്കുക, 3. ഓക്കെ. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ഒന്നാമത്തേന് തൽക്കാലം ഇനി വിട്ടേക്കാം, അവിടെ നോട്ടെ. ബാക്കിയുള്ള 2 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയും 6x, ഇവിടെ എന്താ? 6x. എക്സുകൾ തുല്യമായി ആണല്ലോ. ഇനി ഇവർ രണ്ടാളെയും കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് പോകുന്നതാണ് പറഞ്ഞത്. കൂട്ടിയാലോ കുറച്ചാലോ? അപ്പോൾ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ നോക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ 6xൻ്റെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടെ 6xൻ്റെ ചിഹ്നം എന്താ? അതും പ്ലസ് ആണ്. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് കാര്യം മാത്രം എഴുതി വെക്കുക. നോക്കിക്കോ, ആദ്യം 6x ആയിരുന്നു ആരെ കുറയ്ക്കണം നോക്കണ്ടേ? വലുതെന്ന് കുറച്ചാൽ മതി അല്ലേ? 132 72 കുറയ്ക്കുകയാണ് എളുപ്പം. മറ്റേ ചില ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എളുപ്പം അതാണ്. മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യമാണ് കുറയ്ക്കുന്നത്. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ സമവാക്യം ഈ ഒരു സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം ഈ ഒരു സമവാക്യമാണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോ, 6x എന്ന് 6x കുറച്ചു. മണി സൈഡിൽ എഴുതി വെക്കാം. 6x മൈനസ് 6x എന്തായി പോവും? 0. എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്ലസ് 8y എന്ന് വെച്ചാൽ 8y തന്നെ. മേലെ പ്ലസ് 3y. അപ്പോൾ 8y 3y
8y നിന്ന് 3y കുറയ്ക്കണം. എന്ത് കിട്ടും? 5y എന്ന് കിട്ടും. അപ്പോൾ 5y എന്നായി അവിടെ. സമം ഇവിടെ 132 കുറയ്ക്കണം 72. 132 കുറയ്ക്കണം 72. 132 നിന്ന് 72 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 132 നിന്ന് 72 കുറച്ചാൽ 60 അല്ലേ കിട്ടുക? 60. അപ്പോൾ 5y സമം 60 എന്ന് കിട്ടി. അങ്ങനെയാണ് ഈ y എന്താവും? നിങ്ങൾക്കറിയാം 5y എന്ന് പറഞ്ഞാൽ 5 ഗുണം y ആണ്, അത് 60. y കണ്ടുപിടിക്കണമെങ്കിൽ ഗുണിക്കണം 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 5. അപ്പോൾ 60 ഹരിക്കണം 5. 60നെ 5 കൊണ്ട് ഹരിച്ച് നോക്കുക, കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 12 ആയിരിക്കും. 12 രൂപ. ആരുടെ വിലയാണ് അത്? വൈൻ്റെ വില. വൈ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? പേനയായിരുന്നു. അപ്പോൾ പേനേൻ്റെ വില കിട്ടി നമുക്ക് എത്രയാണ്? 12 രൂപയാണ്. ഇനി പെൻസിലിൻ്റെ വില കണ്ടുപിടിക്കണം. പെൻസിലിൻ്റെ വില കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ നോക്കിക്കോ, ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 സമവാക്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരുത്തരം കണ്ടെടുക്കുക. ഞാൻ തൽക്കാലം ആദ്യത്തെ സമവാക്യത്തിനെ കണ്ടെടുത്തു. ഇതല്ല ആദ്യത്തെ സമവാക്യം. നേരെ താഴോട്ടൊന്ന് എഴുതി വെക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ സമവാക്യം പറയുന്നത് ഇങ്ങനെയാണ്: 3x + 4y = 66. ഇനി ചെയ്യേണ്ട പരിപാടി, എക്സ് നിങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പം 3x തന്നെ എഴുതിക്കോളാം. പക്ഷേ നിങ്ങൾക്ക് ആരറിയാം? y അറിയാം. അപ്പം 4y എന്നുള്ളിടത്ത് 4 ഗുണം വൈൻ്റെ വില. വൈൻ്റെ വില എത്രയാണ്? 12 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം 4y എന്നുള്ളിടത്ത് 4 ഗുണം 12 ആയി. എഴുതിയപ്പോൾ ഒന്ന് അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. 3x + 4 ഗുണം 12 സമം 66 എന്ന് കിട്ടും. ഇനി നോക്കിക്കോ, 4 ഗുണം 12 എത്രയാണ് കിട്ടുക? 48 അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 3x + 48 സമം 66 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്താ? +48 അങ്ങോട്ട് പോവും. അപ്പോൾ എന്താവും? -48 ആവും. ചെയ്ത് നോക്ക്. 3x സമം 66 മൈനസ് 48. 66 48 നിങ്ങൾ കുറച്ചോളാം. 48ഉം 10ഉം 58 58 പിന്നെ 66ലേക്ക് എത്താൻ ഒരു 8ഉം കൂടെ വേണം അല്ലേ? 18 ആണ് ഉണ്ടാവുക. 3x സമം 18. എക്സ് സമം എത്രയായിരിക്കും? 18 ഹരിക്കണം 3. 18 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. അപ്പം എക്സ് സമം 6 രൂപ എന്ന് കിട്ടി. നമ്മുടെ അടുത്ത ആളായി. എക്സ് സമം 6. ഇനി രണ്ടാളെ ഒന്ന് എഴുതി വെച്ചേക്കാം. ആരൊക്കെയായിരുന്നു? ഇവിടെ മേലുണ്ട്. ഇതേ സാധനം ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ്. ആദ്യത്തെ ആൾ എക്സ്, പെൻസിലിൻ്റെ വില അത് കിട്ടി 6 രൂപ എഴുതി വെച്ചു. പിന്നെ വൈ 12 രൂപ. ഇത് രണ്ടും, ഈ 2 ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ചെയ്തത് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഇല്ലാത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഇല്ലാത്ത ചോദ്യം 14ാമത്തെ പേജിൽ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? ഒരു പെൻസിലിൻ്റെ വിലയോ? അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 4 പേന നമ്പറാക്കി വേണമെങ്കിൽ എഴുതാം. 4 പേന 3 പെൻസിൽ രണ്ടിനും കൂടെ എത്രയാണ്? 66 രൂപ. 7 പേന ഇവിടെയും 3 പെൻസിൽ രണ്ടിനും കൂടെ എത്രയാണ്? 111 രൂപ. ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. 4 പേന 3 പെൻസിൽ 66. 7 പേന 3 പെൻസിൽ 111 രൂപ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ പേനയുടെ വില, ഒരു പേനയുടെ വില, ഒരു പേനയുടെ വില നമ്മൾ തൽക്കാലം എക്സ് രൂപയാണെന്ന് വിചാരിക്കും. ഒരു പേനയുടെ വില എക്സ് രൂപ. ഒരു പെൻസിലിൻ്റെ വില നമ്മൾ വിചാരിക്കും വൈ രൂപയാണ്. ഒരു പെൻസിലിൻ്റെ വില വൈ രൂപയാണ്. ഇനി ശ്രദ്ധിച്ചോ, ഒരു പേനയ്ക്ക് എക്സ്. അങ്ങനെയാണ് ഇവിടെ എത്ര പേന ഉണ്ട്? 4 പേന. അപ്പോൾ എത്ര എക്സ് ആയി? 4x ആയി. ഒരു പെൻസിലിന് വൈ. അങ്ങനെയാണെങ്കിൽ 3 പെൻസിലിനോ? 3y. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 66. അതാണ് ആദ്യം പറയുന്നത്. ഇതേപോലെ ഒരു പേന എക്സ്, എത്ര പേനയാണ്? 7 പേന ഉണ്ട്. അപ്പം 7x പ്ലസ് ഒരു പെൻസിൽ വൈ, ഇവിടെ 3 പെൻസിൽ, അപ്പം 3y. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 111 എന്നാണ് പറയുന്നത്. അപ്പം 111. ഇനി ഇവനെ നമ്മൾ ഒന്നാമത്തെ സമവാക്യം എന്നും ഇവനെ നമ്മൾ രണ്ടാമത്തെ സമവാക്യം എന്നും വിളിച്ചു. ചെയ്യേണ്ട പരിപാടി എന്താ? ആദ്യം എക്സിൻ്റെ കൂടെയുള്ള ആളുകൾ സെയിം ആണോ നോക്കുക. ഇവിടെ 4x ആണ്, 7x ആണ്,
സെയിം അല്ല, കുഴപ്പമില്ല. വൈൻ്റെ കൂടെയുള്ള ആളുകൾ സെയിം ആണോ നോക്കുക. ഇവിടെ 3 വൈ ആണ്, ഇവിടെയും 3 വൈ ആണ്, സെയിം ആണ്. ഓക്കെ, സെറ്റായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ കാണുന്ന സെയിം ആയിട്ടുള്ള ആൾ വൈ അങ്ങോട്ട് പോയി കിട്ടും, എലിമിനേറ്റ് ആവും. ഇനി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഇവിടെ വൈ ഉള്ള ആ ടേമിൻ്റെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടെയും വൈ ഉള്ള ടേമിൻ്റെ ചിഹ്നം പ്ലസ് തന്നെയാണ്. ഒരേ ചിഹ്നമാണെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്താ? കുറയ്ക്കലാണ്, മൈനസ് ആണല്ലേ. ഇനി ആര് നാരെ കുറയ്ക്കും? എങ്ങനെ കുറച്ചാലും നമുക്ക് ഉത്തരം കിട്ടും, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ എഴുതി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കണം. ഇംപ്ലൈസ് എങ്ങനെ കുറയ്ക്കും? 7x നിന്ന് 2 നിന്ന് 1 ആണ് കേട്ടോ നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുക. 7x നിന്ന് 4x കുറയ്ക്കണം ആദ്യം. 7x മൈനസ് 4x, 7x 4x പോയ എത്രയുടെ കിട്ടുക? 3x ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ 3x എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്ലസ് 3y, മേലെയും പ്ലസ് 3y എന്ന് വെച്ചാൽ 3y നിന്ന് 3y കുറയ്ക്കണം. 3y നിന്ന് 3y കുറച്ചാൽ എന്താ കിട്ടുക? 0. എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 0 എഴുതേണ്ട ആവശ്യമില്ല. സമം അതേപോലെ ഇടുക. ഇവിടെ നോക്കിക്കോ, 111 നിന്ന് 66 കുറയ്ക്കണം. അത് കുറച്ചാൽ എത്ര കിട്ടുക? 111 നിന്ന് 66, 111 മൈനസ് 66 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക 45 ഉത്തരം കിട്ടുക, 45. അപ്പോൾ നിങ്ങളിവിടെ 45 എന്ന് എഴുതുന്നു. ഇനി എക്സ് സമം എന്തായിരിക്കും ഇടാം? 45 ഹരിക്കണം 3. എങ്ങനെ വന്നു നോക്കിക്കോ, 3x സമം 45 എന്ന് വെച്ചാൽ 3 ഗുണം x സമം 45. ഈ ഗുണിക്കണം 3 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഹരിക്കണം 3 ആവും. അതാണ് 45 ഹരിക്കണം 3. 45 ഹരിക്കണം 3 എത്രയാണ്? 45ൽ 3 15 പ്രാവശ്യമാണ് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഹരിക്കുന്ന പോലെ 45 ഹരിക്കണം 3 എന്നോ അല്ലെങ്കിൽ 45/3 എന്ന് വെട്ടിയോ ചെയ്യാം. എങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 15 എന്നായിരിക്കും ഉത്തരം കിട്ടുക. എക്സ് കിട്ടി. ഇനി എങ്ങനെ വൈ കണ്ടുപിടിക്കും? വൈ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരുത്തരം കണ്ടെടുക്കുക. ഞാൻ ആദ്യത്തെ ആളെടുത്തു, ഒന്നാമത്തെ ഇക്വേഷൻ. എന്നിട്ട് ഇവിടെ നിന്ന് എഴുതി വെക്കാൻ പോവാണ്. 4x പ്ലസ് 3y സമം 66 എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നമുക്ക് എക്സ് അറിയോ? എക്സ് അറിയാം. എക്സ് സമം 15 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് സമം 15 ആണ്. അങ്ങനെയാണെങ്കിൽ 4x എന്നുള്ളിടത്ത് എന്താക്കി കൊടുക്കുക? 4 ഗുണം 15 എന്നാക്കി കൊടുക്കുക. പ്ലസ് വൈ അറിയില്ല, അപ്പം 3y എന്നുള്ള അതേപോലെ സമം 66. ഇനി അടുത്ത സ്റ്റെപ്പിൽ 4 ഗുണം 15 എത്രയാണ്? 4 ഗുണം 15 60 ആണ്. 60 പ്ലസ് 3y സമം 66 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, 60 എന്താ ചെയ്ത 60നെ ഇവിടെ കൂട്ടുകയാണ് ചെയ്ത്. 60 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 60 ആവും അല്ലേ. അപ്പം 3y സമം 66 മൈനസ് 60. ഇനി 66 60 പോയ എത്രയാണ്? 6 എന്ന് കിട്ടും. 3y സമം 6. y സമം എത്ര കിട്ടും? 6 ഹരിക്കണം 3 2 എന്ന് കിട്ടും. 6 ഹരിക്കണം 3 2. അപ്പം ഈ 60 ഇങ്ങോട്ട് പോയതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ 3 ഇങ്ങോട്ട് പോയത് നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഗുണിക്കണം 3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഹരിക്കണം 3. അപ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടി. y സമം 2. എക്സിനെ കിട്ടി 15, y സമം 2. ഇനി അത് നേരെ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നോക്കിക്കോ, ഈ സെയിം സാധനം നേരെ ഒന്ന് താഴെ ആൻസർ ആക്കിയിട്ട് എഴുതി വെക്കണം. പേനയുടെ വില സമം എക്സ് ആണ്. ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മേലെ എത്രയാണ്? 15 ആണ്. 15 രൂപ എന്ന് എഴുതി വെച്ചു. പെൻസിലിൻ്റെ വില 2 രൂപ. പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കിയ മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ചതുരമുണ്ട്. അതിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ ചുറ്റളവാണ് തന്നത് 26 സെൻറ്റിമീറ്റർ. നീളം വീതിയും എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പ്രത്യേകത, ആദ്യത്തേൻ്റെ നീളം 2 മടങ്ങായിട്ടുണ്ട്. നീളം 2 മടങ്ങ്, വീതി 3 മടങ്ങുമായിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ടാമത്തെ ചതുരം വരച്ചത്.
അതിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 62 സെൻറ്റിമീറ്റർ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായി ഇവിടെ 2 ചതുരങ്ങളുണ്ടെന്ന്. വെറുതെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 2 ചതുരങ്ങൾ വരയ്ക്കാം. ഇത് ഒന്നാമത്തെ ചതുരം. രണ്ടാമത്തെ ചതുരം കുറച്ചും കൂടി വലിയ ചതുരമാണ്. തൽക്കാലം നമുക്ക് ഇവനുണ്ട് ചെറുതാക്കാം കുറച്ചും കൂടി, എന്നാൽ പിന്നെ ഒരു ലോജിക്ക് ആയിക്കോളും. ഒരു വലിയ ചതുരം, ഒരു ചെറിയ ചതുരം. ഇനി ഈ ചെറിയ ചതുരത്തിൻ്റെ നീളം, ഇതാണ് നീളം, ഇതെന്താണ് വീതി. ഈ നീളം വീതിയും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും? നീളം സമം എക്സ് ആണെന്ന് വിചാരിച്ചു. വീതി സമം എന്തായിരിക്കും? വീതി സമം വൈ എന്ന് വെച്ചാൽ ഈ കാണുന്ന ആൾ എക്സ് ആണ്, ഈ കാണുന്ന ആളെന്താണ്? വൈ ആണെന്നും വെറുതെ വിചാരിച്ചു. ഓക്കെ, നമുക്കറിയില്ല. ഇനി തന്നിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് സമം എത്രയായിരുന്നു? ഇവിടെ നോക്കിയാൽ മതി, 26 സെൻറ്റിമീറ്റർ ആണ്. 26 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. അപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചുറ്റളവ് സമം 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ചതുരം 1 ആണ്. ചതുരം 1. ഇത് ചതുരം 2. ഓക്കെ. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ നീളവും വീതിയും കൂട്ടിയത് എത്രയാണ്? നീളം പ്ലസ് വീതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചുറ്റളവ് 26 ആണെങ്കിൽ നീളം പ്ലസ് വീതി എന്തായിരിക്കും? 26ൻ്റെ പകുതി ആയിരിക്കും. 26ൻ്റെ പകുതി എത്രയാണ്? 13 ആണ്. ചുറ്റളവ് 26 ആണെങ്കിൽ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? 13 ആയിരിക്കും. പകുതി ആയിരിക്കും. ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. നോക്കിക്കോ, ഇവിടെ ഒരു നീളമുണ്ട് അല്ലേ? രണ്ടാമത്തെ ചതുരത്തിന്. ആ നീളത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ? ആ നീളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നീളം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എക്സ് ആണ്, അതിൻ്റെ 2 മടങ്ങാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ നീളം എന്തായിരിക്കും? നീളം സമം 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ ഇവിടുത്തെ നീളം കിട്ടി 2x ആണ്. ഇനി ഇവിടെ ഒരു വീതിയുണ്ട്. ഈ കാണുന്ന ആളല്ലേ വീതി. ആ വീതിൻ്റെ പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. വീതി സമം 3 മടങ്ങാണെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും 3 മടങ്ങാണ്. അപ്പോൾ 3x എന്ന് കിട്ടും. 3 മടങ്ങാണ്, 3x എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ചുറ്റളവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചുറ്റളവ് സമം 62 സെൻറ്റിമീറ്റർ ആണ്. 62 സെൻറ്റിമീറ്റർ. നോക്കുക, ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടി എത്ര കിട്ടും? നീളം പ്ലസ് വീതി എത്ര കിട്ടും? 62ൻ്റെ പകുതി. 62ൻ്റെ പകുതി എത്രയാണ്? 31 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ നീളം വീതിയും കൂട്ടിയാൽ 31 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇത്രയും കാര്യം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിത്രം വരച്ചിങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം സമം എക്സ്, വീതി സമം വൈ ആയാൽ ചുറ്റളവ് 26, നീളം പ്ലസ് വീതി 13. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ, ഇവിടുത്തെ നീളവും വീതിയും കൂട്ടിയാൽ 13 എന്നല്ലേ? നീളം എത്രയാണ്? എക്സ്. വീതി എത്രയാണ്? വൈ. 13. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സമവാക്യം ഉണ്ടാക്കിക്കൂടെ? എക്സും വൈയും കൂട്ടിയാൽ എത്ര കിട്ടും? 13. കാരണം എന്താ? നീളം പ്ലസ് വീതി 13 ആണ്. അപ്പം നീളം എക്സ്, വീതി വൈ, രണ്ടാളെയും കൂട്ടിയാൽ 13 ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, തൽക്കാലം ഞാനിവിടെ എഴുതുന്നുണ്ട് ഒന്നാമത്തെ സമവാക്യം. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടുത്തെ നീളം 2x, വീതി 3x. നീളവും വീതിയും കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ 31. അപ്പോൾ അതേപോലെ 2x പ്ലസ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ എക്സ് അല്ല കേട്ടോ, ഇവിടെ എന്താണ്? വൈ ആണ്. 3y ആണ്. കാരണം എന്താ? വീതിനെ നമ്മളിവിടെ വിളിച്ചത് y അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3y ആയിരിക്കും കേട്ടോ. ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. 2x പ്ലസ് 3y സമം 31. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് തന്നെ എഴുതി വെക്കാം. ഇക്വേഷൻ നമ്പർ 1 ഞാനിങ്ങനെ എഴുതി x പ്ലസ് വൈ സമം 13. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നും കൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ലേ. 2x പ്ലസ് 3y സമം 31. ഇത് 2. ഓക്കെ, ചെയ്യേണ്ട പരിപാടി എന്താടാ? ആദ്യം എക്സിൻ്റെ കൂടുതലുള്ള ആൾക്കാർ സെയിം ആണോ നോക്കുക. മേലെ ഒരു എക്സും താഴെ 2x ആണ്. സെയിം അല്ല.
വൈൻ്റെ കൂടെ ഇവിടെ ഒരു വൈയും ഇവിടെ 3 വൈയുമാണ്, അതും എന്തല്ല സെയിം അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ സെയിം ആക്കണം. ഞാൻ തൽക്കാലം എക്സിനെ സെയിം ആക്കാൻ പോവുകയാണ്. നോക്കണേ, ഇവിടെ എക്സ് എന്നേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒരു എക്സ് ആണ്. അപ്പോൾ 1നെ 2 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്? 2 കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഗുണിക്കണം 2. എന്താ സംഭവിക്കണം നോക്കാം. നോക്കിക്കോ, ആദ്യം എക്സിനെ 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എക്സ് ഗുണിക്കണം 2 എത്രയാണ്? 2x പ്ലസ് പിന്നെ വൈനെ 2 കൊണ്ട് ഗുണിക്കും. വൈ ഗുണിക്കണം 2 എത്രയാണ്? 2y സമം പിന്നെ 13നും 2 കൊണ്ട് ഗുണിക്കും. 13 ഗുണിക്കണം 2 എത്രയാണ്? 26. ഈ കാണുന്ന 1നെ ഗുണിക്കണോ? ഇത് നമ്പർ ആട്ടോ, ഇക്വേഷൻ്റെ നമ്പർ ഇട്ടാണ്. ഇനി ഇവരെ നമ്മൾ വിളിക്കും മൂന്നാമത്തെ ഇക്വേഷൻ, സമവാക്യം 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സമവാക്യത്തിലേക്ക് മാത്രം നോക്കുക. 2ഉം 3ഉം നോക്കിക്കോ, 2x തുല്യമായി. ഇനി ഇവിടെ 2xൻ്റെ ചിഹ്നം പ്ലസ്, ഇവിടെയും ചിഹ്നം എന്താ? പ്ലസ്. ഒരേ ചിഹ്നമായതുകൊണ്ട് നമ്മൾ ആ 2 സമവാക്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും. ആരെ കുറയ്ക്കും? 31 26 കുറയ്ക്കില്ല എളുപ്പം. അപ്പോൾ 2 3നെ കുറച്ചാൽ മതി. ചെയ്ത് നോക്കാം. 2 കുറയ്ക്കണം 3, രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ സമവാക്യത്തിനെ കുറച്ചാൽ. ശ്രദ്ധിക്കണേ, രണ്ടാമത്തേന്നാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 2x താഴെയും 2x മൈനസ് 2x പോയി, എലിമിനേറ്റായി. മേലെ 3y, താഴെ എന്താണ്? 2y. 3y മൈനസ് 2y. അപ്പോൾ എന്ത് കിട്ടും? y കിട്ടും. y എന്ന് മാത്രം ഒരു y സമം മേലെ 26 താഴെ, മേലെ 31 താഴെ 26. 31 കുറയ്ക്കണം 26. എത്രയുടെ ഉത്തരം? 31 26 കുറച്ചാൽ 5 അല്ലേ? 5. അപ്പോൾ y സമം എത്രയാണെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. y സമം 5. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. y സമം 5 ആണ്. ഇനി എങ്ങനെ എക്സിനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ x പ്ലസ് y സമം 13 എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തു. അത് ഒന്നാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം x പ്ലസ് y സമം 13. ഇനി x നമുക്കറിയോ? അറിയില്ല. അപ്പോൾ x തന്നെ എഴുതി. y അറിയോ? y അറിയാം. എത്രയാണ് y? 5 ആണ്. അപ്പം x പ്ലസ് 5 സമം 13. അപ്പോൾ x സമം എത്രയാവും മക്കളെ? പ്ലസ് 13 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 5 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 5 ആയിരിക്കും. അപ്പം ഇവിടെ 13 മൈനസ് 5 എന്ന് കിട്ടും. 13ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 3 പോകും 2 പോകും എത്ര? 8 അല്ല കിട്ടുക? 8 എന്ന് ആൻസർ കിട്ടും. എക്സ് സമം 8 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ നീളം വീതിയായിരുന്നു അല്ലേ? അപ്പം സെൻറ്റിമീറ്റർ. ഇനി ആരായിരുന്നു എക്സ്? ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ, വീതി 5 സെൻറ്റിമീറ്റർ. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം വീതിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, 8 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. ഇനി രണ്ടാമത്തേൻ്റെയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ? നോക്കാം. ആദ്യത്തേൻ്റെ ചിത്രത്തിലേക്ക് നോക്കണേ. ഇവിടെ 8 ആണെന്ന് കിട്ടി, ഇവിടെ 5 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തേൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2x സമം, അപ്പോൾ 8 ഇൻറ്റു 2 മടങ്ങാവല്ലേ? 16 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ 3y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 എത്ര കിട്ടും? 15 എന്നും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. പക്ഷേ 2 ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 2 എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഈ ചാപ്റ്ററിലെ വീഡിയോസുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.